നമ്മൾ 1-2 തവണ ഈ ക്ലാസ് ലൈവ് ക്ലാസ്സിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല, ചെറിയ ഇഷ്യൂ കാരണം. അപ്പോൾ ഇന്നാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് നടത്തുന്നത്. ഈ ക്ലാസ് നമുക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിങ്ങിലും പിന്നെ വല്ലാണ്ട് ട്രൈ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇൻറ്ററാക്റ്റീവ് തന്നെ ആയിരിക്കണം. ഡാറ്റ അനലിറ്റിക്സ് എന്നാണ് ഈ സബ്ജക്റ്റിൻ്റെ പേര്. നമുക്ക് ഓൾറെഡി കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഓൾറെഡി അറിയുന്ന ഒരു സബ്ജക്റ്റാണ്. കൊമേഴ്സും എക്കണോമിക്സുകാർക്കും അറിയാം സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി സബ്ജക്റ്റാണ് ഇത്. തിയറി ആണെങ്കിലും ഇതിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് ഡാറ്റ അനലിറ്റിക്സ്. ഇതിലെ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത് മാത്തമെറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഡാറ്റ അനാലിറ്റിക്സ് ആണ്. മാത്തമെറ്റിക്കൽ ഫൗണ്ടേഷൻ സ്ക്രീനൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലെ ആദ്യത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻസ്. ഇതിൽ നമ്മൾ ലാസ്റ്റ് സെമിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്മൾ പഠിച്ച കംപ്ലീറ്റ് ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അതായത് മീൻ, മീഡിയൻ, മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കംപ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ യൂണിറ്റ് 1 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അതിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്താണ് എന്ന് ചെറിയൊരു മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ മലയാളം നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. മലയാളം നോട്ട്സ് കൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആൾസോ നോൺ ആസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ numerical values that summarize and describe the main characteristics of a data set. ഒരു ഡാറ്റാ സെറ്റിൽ നമുക്കൊരു ഡാറ്റ തന്നു, ഒരു ഡാറ്റയുടെ കൂട്ടം, അതാണ് ഡാറ്റാ സെറ്റ്. ആ കൂട്ടത്തിൽ നിന്ന് ആ മൊത്തം ഡാറ്റയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ചുരുക്കി പറയുന്ന ഒരു സംഗതിയാണ്. കുറേ ഡാറ്റ തന്നിട്ട് കുറേ കണക്ക് തന്നിട്ട് ആ കണക്കിന്റെ മൊത്തം സ്വഭാവം പറയുന്ന, ചുരുക്കി പറയുന്ന ഒരു സംഗതി. ഇത് അതിൻ്റെ പ്രാക്ടിക്കൽ കൂടെ പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ആവറേജ് കുറേ വർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, കുറേ മാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സെയിൽസിന്റെ സ്വഭാവം എന്താണ്, അത് നല്ല രീതിയിലാണോ മോശമായ രീതിയിലാണോ എന്ന് മനസ്സിലാക്കുന്ന സംഗതി. അപ്പോൾ ഒരു മീനിങ് നിങ്ങൾ പഠിക്കണം. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണം? ഒന്ന്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം. സെൻട്രൽ ടെൻഡൻസി, കുറേ ഡാറ്റ തന്നിട്ട് അതിൻ്റെ മധ്യത്തിലുള്ള ഡാറ്റ എന്താണ് എന്ന് നോക്കുക. സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് നോക്കുക. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. കുറേ ഡാറ്റ തന്നിട്ട് അതിൻ്റെ ആവറേജ് കാണലല്ല, കുറേ ഡാറ്റ തന്നിട്ട് അതിൻ്റെ വേരിയബിലിറ്റി മനസ്സിലാക്കുക. ഒന്നിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞത് കുറേ ഡാറ്റ തന്നിട്ട് അതിലെ ആവറേജ് എത്രയാണ്, അതിൻ്റെ ഒരു മധ്യം കണ്ടുപിടിക്കുക. രണ്ടാമത്തതില് കുറേ ഡാറ്റ തന്നിട്ട് അതിൻ്റെ വേരിയബിലിറ്റി, അതിൻ്റെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കുക. ഒന്നൊന്നിനോട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റ് കുറച്ചു കാൽക്കുലേഷന് കൂടെ നമുക്ക് മെഷേഴ്സ് കൂടി പഠിക്കാനുണ്ട്. അത് ഒന്ന് പെർസെൻറ്റൈൽ ആൻഡ് ക്വാർട്ടൈൽസ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റൈൽ ആൻഡ് ക്വാർട്ടൈൽസ്. സ്ക്യൂനെസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. കോറിലേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡാറ്റ തന്നിട്ട് ആ ഡാറ്റകൾ തമ്മിലുള്ള സഹബന്ധം മനസ്സിലാക്കുക അല്ലെങ്കിൽ ബന്ധം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്നൊന്നിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതെല്ലാം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളതിന് ഒരു മീനിങ് പഠിക്കണം. These measures aim to identify a single value that represents the center or a typical value of a data set.
നമുക്ക് കുറേ ഡാറ്റ തന്നാൽ ആ ഡാറ്റയിലെ ആവറേജ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. സെൻട്രൽ ടെൻഡൻസി. അതില് സെൻട്രൽ ടെൻഡൻസിയിലെ ആദ്യത്തേതും സിമ്പിളായതുമായ ഒരു കാൽക്കുലേഷനാണ് മീൻ എന്ന് പറയുന്നത്. മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കും ഇത് തന്നെയാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മീനും മീഡിയനും മോഡും. എന്താണ് മീൻ? മീന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് കണ്ടുപിടിക്കലാണ്. അപ്പൊ നമുക്കിവിടെ മീന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ മീൻ എന്താണെന്നുള്ള മീനിങ്ങും കൂടെ പഠിക്കണം. മീൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആണ്. ഇവിടെ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതാണ്. കൺസിഡർ എ ഡാറ്റ സെറ്റ് റെപ്രസെന്റിങ് ദ മന്ത്ലി സാലറി ഓഫ് 5 എംപ്ലോയീസ് അറ്റ് എ കമ്പനി. ഒരു കമ്പനിയിലെ 5 എംപ്ലോയീസ് വാങ്ങുന്ന മന്ത്ലി സാലറി നമുക്ക് തന്നിട്ടുണ്ട്. അതെത്രയാണ്? 3000, 3500, 4000, 4500 ആൻഡ് 5000. ഇത്രയും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇതില് നമ്മൾ മീന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ടാണ് അത് പറയേണ്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെയാണുള്ളത്. ആദ്യം നമ്മൾ ആ സാലറിനെ മൊത്തത്തിൽ കൂട്ടണം. ആഡ് ആൾ സാലറി. 3000-നെയും 3500-നെയും 4000-നെയും 4500-നെയും 5000-നെയും കൂട്ടുക. കൂട്ടിട്ടോ അതിൻ്റെ ടോട്ടൽ നമ്പർ കൂടി നോക്കുക. ആ ടോട്ടൽ നമ്പർ 5 ആണ്. എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ മീന് കിട്ടുക. ഇതിനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ആവറേജ് എന്നാണ് പറയാ. ഏത് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ ആവറേജ് നോക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതിനെ എല്ലാം കൂടെ എത്ര ഡാറ്റ ഉണ്ടോ അതിനെ എല്ലാറ്റിനും കൂടെ കൂട്ടിയിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ആവറേജ് കിട്ടും. അതായത് മധ്യത്തിലുള്ള ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം? 20,000 ഡിവൈഡഡ് ബൈ ഹരിക്കണം 5, അതായത് 4000. അപ്പോൾ ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത് 4000 ആണ്. അത് നമുക്കറിയാം. നമ്മളിതെല്ലാം അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇത് വെറും ഇൻഡിവിജ്വൽ ഡാറ്റയാണ്. എന്തായാലും ഇൻഡിവിജ്വൽ ഡാറ്റയിൽ അതിൽ ഒരു ഡാറ്റ സെറ്റ് തന്നിട്ട് അതിൻ്റെ മീന് കാണാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. ആഡ് ചെയ്തിട്ട് നമ്പറിന്റെ ആ നമ്പർ ഓഫ് ഐറ്റം എടുത്ത് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ മീന് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ മീൻ സാലറി എന്ന് പറയുന്നത്, ആവറേജ് സാലറി, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് എന്താണ്? 4000 ആണ് എന്നറിയാൻ നമുക്ക് സിമ്പിളി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഈ മീനിനൊരു ഫോർമുല ഉണ്ട്. നമ്മൾ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെറുതെ പ്രോബ്ലം ചെയ്ത് വെറുതെ അല്ല, നമ്മൾ പ്രോബ്ലം ചെയ്ത് അങ്ങനെ പോവുകയായിരുന്നു. എങ്ങനെയാണ് ആ ഫോർമുല വന്നതെന്നും ആ ഡാറ്റയുടെ സ്വഭാവം എന്താണ്, അങ്ങനെയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു ഫോർമുല കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. എങ്ങനെയാണ് ഈ ഒരു ഫോർമുല വന്നത്? അതായത് ഡാറ്റ സെറ്റിലെ നമുക്ക് ഒരു ഡാറ്റ മാത്സിലോ ഈ ഡാറ്റ അനലിറ്റിക്സിലോ നമുക്കൊരു ഡാറ്റ കിട്ടുകയാണെങ്കിൽ ഉടനെ നമ്മൾ ആ ഒരു ഡാറ്റയ്ക്ക് പേര് കൊടുക്കണം. എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. അപ്പൊ നമ്മളുടെ എക്സ് എന്നുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഫിഗറിനെ എക്സ്, ഒരു ഡാറ്റ സെറ്റിനെ എക്സ് എന്ന് നമ്മൾ കാണിക്കും. എക്സ് ഇത് ക്യാപിറ്റൽ എക്സ് ആണ് കേട്ടോ. അപ്പോൾ എക്സ് എന്താണ്? എക്സ് എന്താണെന്ന് പറഞ്ഞാൽ
നമുക്ക് തരുന്ന ഡാറ്റാ സെറ്റിനെ ഓരോ ഡാറ്റയ്ക്കും കൊടുക്കുന്ന പേരാണ് എക്സ്. അതിനെ നമ്മൾ x1 എന്നും x2 എന്നും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് നേരത്തെ തന്നത് കുറച്ച് സാലറിയാണ് അല്ലേ, അതായത് 3000, 3500, 4000. ഇതൊക്കെ എക്സ് ആണ്. നമുക്ക് ഡാറ്റ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റ നമുക്ക് ഈ പറഞ്ഞ ഡാറ്റയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ബിസിനസ്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, എക്കണോമിക്സിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എന്താ പറയുക IT നമ്മൾ കമ്പ്യൂട്ടറിലും ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ പേര് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എന്തായാലും ഈ 3000 എന്നുള്ളത് x1 ആണ്, 3500 എന്നുള്ളത് x2 ആണ്, ഇത് x3 ആണ്, ഇത് x4 ആണ്, ഇത് x5 ആണ്. അപ്പോൾ ഇവിടെ എക്സുകൾ ഉള്ളത് 5x വരെയാണ് നമുക്കുള്ളത്. ഇത് ഇവിടെ ക്ലോസ് ആവുകയും ചെയ്യും. ഇത്ര ഒന്നേ ഉള്ളൂ. ആ ഒരു സംഗതി തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫോർമുല ഉണ്ടാക്കുക. അതായത് x1, x2, x3, x4, അവിടെ നമുക്ക് x5 വരെ ഉണ്ട്. ഇനി ചില സമയത്ത് ഇനി ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് പോകും, നമുക്ക് അറ്റമില്ലാത്ത ഡാറ്റ ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് എഴുതണമെന്നില്ല, xn എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ x1, x2, x3, x4 ഡാഷ് xn, അത് എത്ര വേണമെങ്കിലും ആവാം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സംഗതി വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിഗ്മ എക്സ് എന്ന് പറയുന്നത് ഈ x1, x2, x3 ഇതൊക്കെ എടുത്തിട്ടാണ് സിഗ്മ എക്സ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് ടെക്സ്റ്റിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തരുന്ന ഓരോ ഡാറ്റക്കും x1, x2, x3 എന്ന് പേര് കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് വിട്ടുകളയാം. ഇനി പറയുന്നത് ഇതാണ്, ഫൈൻഡിങ് ദി മീൻ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫൈൻഡ് ദി മീൻ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10. 10 വരെയുള്ള ഓഡ് നാച്ചുറൽ നമ്പറിന്റെ മീൻ കാണാം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം നമുക്ക് ഡാറ്റ വേണം, അതായത് x1, x2, x3 കിട്ടണം. ഈ പറഞ്ഞ അപ് ടു 10 ഓഡ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? റാഫി ഒന്ന് പറയോ? ഒറ്റ സംഖ്യ. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഒന്നും തന്നിട്ടില്ല, നമ്മളോട് മീൻ കാണാൻ പറയാണ്. എന്തിന്റെ? അപ് ടു 10 ഓഡ് നമ്പർ. 10 വരെയുള്ള ഓഡ് നമ്പർ എത്ര എന്നൊന്ന് പറഞ്ഞു നോക്കൂ, കിട്ടുന്നുണ്ടോന്ന്. 10 വരെയുള്ള ഓഡ് നമ്പർ എന്തൊക്കെയായിരിക്കും? 1, 3, 5, 7, 9. 10 വരൂലേ? 10 വരെ ഇല്ലേ? 10 വരേണ്ടതാണ്, പക്ഷെ 10 എന്താണ്? ഇരട്ട സംഖ്യ ആയതുകൊണ്ട് വരില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് 11 ആണ്, അതെന്തായാലും വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ കേട്ടാൽ തന്നെ നമുക്കറിയാം എന്ത്? 1 മുതൽ 9 വരെയാണ്. 1 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യയാണ് 1, 3. അപ്പൊ നമുക്ക് നോക്കാം. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയാനുള്ള കാരണം അതിന് ഫ്രാക്ഷൻ ഒന്നും ഇല്ലാത്ത, പോയിന്റ് ഒന്നും ഇല്ലാത്ത നമ്പർ ആണെന്നാണ് കേട്ടോ. ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10 ഈസ് ഇക്വൽ ടു, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, അത് എന്താണ്? 1, 3, 5, 7, 9. ഇതാണ് ഈ പറഞ്ഞതിന്റെ മീനിങ്. നാച്ചുറൽ നമ്പർ അപ് ടു 10, ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10, 10 വരെയുള്ള ഓഡ് നമ്പർ 1, 3, 5, 7, 9. ഇനി ഇതിന്റെ മീൻ എങ്ങനെ കാണും? ഒന്നാലോചിച്ച് നോക്കൂ. ഇതിന്റെ മീൻ എങ്ങനെ കാണും?
സാർ ഇതിന്റെ ടോട്ടൽ നമ്പർ ടോട്ടൽ കൂട്ടുമ്പോൾ 25 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അതെ, അതായത് അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങളോടൊരു ചോദ്യം വരികയാണെങ്കിൽ ഫൈൻഡ് ദി മീൻ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10. ഇനി 10 അല്ല 20 ആവാം, അല്ലെങ്കിൽ 100 ആവാം. അപ്പൊ നിങ്ങളത് കണ്ടെത്തണം. എന്നിട്ട് അതിന്റെ മീന് കണ്ടെത്താൻ പണിയൊന്നുമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. സം ഓഫ് ദ ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10 ഈസ് ഇക്വൽ ടു 1 ഉം 3 ഉം ഇത് രണ്ടാം കൂട്ടുമ്പോൾ 25 കിട്ടുമെന്ന് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ അതിന്റെ എണ്ണം ഓഡ് നമ്പർ എത്ര എണ്ണം വന്നു? 1, 3, 5, 7, 9, 1, 2, 3, 4, 5. 25 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10 ഈസ് ഇക്വൽ ടു 5 ആണ്. 5 ആണ് അതിൽ വരിക. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ മീൻ കാണാം. ഡിവൈഡ് ബൈ 5 തന്നെയാണ്. 25 ഡിവൈഡ് ബൈ 5 5 ആണ് അവിടുത്തെ എന്ത്? 5 ആണ് എന്ത്? ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10ന്റെ മീന്. ഇതെപ്പോഴും അത് തന്നെ ആയിരിക്കും. നമ്മൾ ഈ തിയറി കൂടെ മനസ്സിലാക്കണം. എപ്പോഴും എന്തായിരിക്കും? ഓഡ് മീൻ ഓഫ് ഓഡ് നാച്ചുറൽ നമ്പർ അപ് ടു 10ന്റെ മീന് എല്ലാ സമയത്തും 5 ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ടൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. നമ്മൾ സ്റ്റാറ്റ് പഠിക്കുന്ന പോലെ അല്ല. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലാവും 10 വരെയുള്ള ഓഡ് നാച്ചുറൽ നമ്പറിന്റെ മീന് എപ്പോഴും 5 ആയിരിക്കും. അതിന് ഇനി മാറ്റില്ല. ഓക്കെ, നമുക്കിതില് ഇതിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കത് ആവശ്യം വരും. അതായത് 1, 3, 5, 7, 9ന്റെ മീനാണ് നമ്മൾ കണ്ടത്. ആ മീനിന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നോക്കുക. ഏകദേശം മധ്യ ലെവലിൽ തന്നെയാണ് അതിന്റെ മീന് കിടക്കുന്നത്. എന്താണ് 5? ഒന്ന് ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങനെ മേലേക്കാണ് ഈ ഗ്രാഫ് പോകുന്നത്. ദെൻ ഏറ്റവും മധ്യത്തിലാണ് അതിന്റെ ഫിഗർ വരിക, അതായത് 5. അതായത് ഡാറ്റ സെറ്റില് 3ാമത്തെ ഡാറ്റ മധ്യത്തിൽ. എപ്പോഴും ഇത് മധ്യത്തിലായിക്കൊള്ളണം എന്നില്ല. മീന് നോക്കുമ്പോൾ മിക്കവാറും നമുക്കിങ്ങനെ മധ്യത്തിൽ കിട്ടും. എന്നാൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മീഡിയനിലേക്ക് വരാം. മീഡിയൻ എന്താണ്? മീഡിയൻ, അപ്പോൾ അതിനും ഒരു മീനിങ് ഉണ്ട്. മീനിങ് നിങ്ങൾ പഠിക്കണം. Median is a key measure of central tendency in statistics. It represents the middle value in a data set. ഒരു ഡാറ്റാ സെറ്റിലെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ. മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓർമ്മയുണ്ടോ? മീഡിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പൊസിഷണൽ ആവറേജ് ആണ് മീഡിയൻ. തന്നിട്ടുള്ള ഡാറ്റനെ നമ്മൾ നടു കണ്ടുപിടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ മീനിങ് ആദ്യം നോക്കാം. The median is the key measures of central tendency in statistics. It represents the middle value in a data set, effectively dividing data into 2 equal halves. ഒരു ഡാറ്റാ സെറ്റിനെ തുല്യ പകുതികളാക്കി വീതിച്ചിട്ട് അതിന്റെ നടുവിൽ കാണുന്ന ഫിഗറാണ് മീഡിയൻ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. When all numbers in a data set are arranged in order, വെറുതെ നമ്മൾ നടുവിലേക്ക് നോക്കിയാൽ മീഡിയൻ കിട്ടൂല. ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നടുവിലേക്ക് നോക്കണം. അപ്പൊ തന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കണം എന്നുകൂടെ മനസ്സിലാക്കണം. The median is the value that falls exactly in center, such that 50% of the data points are below it and 50 are above it. പകുതി അപ്പുറവും പകുതി ഇപ്പുറവും ആയിരിക്കും എന്നർത്ഥം. ഞാൻ മലയാളം കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മലയാളം നോട്ട്സിൽ അത് കാണാം.
മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ദത്തമൂല്യങ്ങൾ, അതായത് ഡാറ്റ സെറ്റ് ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ക്രമീകരിച്ച ശേഷം കിട്ടുന്ന കൃത്യം മധ്യത്തിലുള്ള മൂല്യമാണ് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ. അതായത് ഒരു ഡാറ്റ സെറ്റ് നമുക്ക് നീളത്തിൽ തന്നാൽ അതിനെ രണ്ടായി മുറിക്കും, എന്നിട്ട് അതിന്റെ സെന്ററിൽ വരുന്ന ഫിഗർ ആണ് എന്ന് നമുക്ക് പറയാം. ഇത് ഇതിന്റെ തിയറിയാണ്. നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ നോക്കുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ ഏജ് ഓഫ് 9 ഇൻഡിവിജ്വൽസ്, 9 ആൾക്കാരുടെ ഏജ് ആണ് 20, 25, 30, 35, 40, 45, 50, 55, 60. ഇത് വയസ്സാണ് 9 ആൾക്കാരുടെ. ഈ വയസ്സിനെ അതിൻ്റെ മിഡിൽ വാല്യൂ, മിഡിൽ ഏജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി അതിൽ അറേഞ്ച് ചെയ്യാനൊന്നുമില്ല. ദെൻ അപ്പം നോക്കുക, എക്സ് 20, 25, 30, 35, 40, 45, 50, 55, 60. ഇതിന് നമ്മൾ ഇക്വേഷനൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യാൻ ഇക്വേഷന്റെ ആവശ്യമുണ്ടോ? ഇതിനെ നടു മുറിച്ചാൽ പോരെ? ഇതിനെ അങ്ങനെയാണെങ്കിൽ അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് പോർഷൻ ആക്കിയിട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഫിഗർ കിട്ടും, നടുവിലൊരു ഫിഗർ കിട്ടും. 1, 2, 3, 4, 1, 2, 3, 4. അപ്പൊ നടുവില് ഒന്നും ബാക്കി വരുന്നുണ്ടല്ലോ, ഒരു സെൻട്രൽ ഫിഗർ അവിടെ വരുന്നുണ്ടല്ലോ. അത് എത്രയാണ്? മനസ്സിലായി, 40. അപ്പൊ അത് അത്ര നോക്കിയാൽ മതി. ദ സെറ്റ് ഈസ് ഓഡ് വൺ. നമുക്കിപ്പോ തന്നിട്ടുള്ള ഈ ഡാറ്റ സെറ്റ് ഉണ്ടല്ലോ, അത് ഓഡ് വൺ ആണ്. അതിന്റെ എണ്ണം ഓടാണെന്ന് അർത്ഥം, 9 എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ എളുപ്പമാണ് മീഡിയ കണ്ടുപിടിക്കാൻ. അതിന്റെ മിഡിൽ വാല്യൂ കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 40 മിഡിൽ വാല്യൂ ആയിട്ട് കാണാൻ പറ്റും. 40. ഇനി നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷനും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളന്ന് പഠിച്ച ഇക്വേഷൻ ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുമ്പോഴോ, ഇപ്പോൾ 20, 25, 30, 35, 40, 45, 50, 55, 60. നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇതിനെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും, n+1 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ 2th ഐറ്റം. അപ്പോൾ എത്ര ആയിരിക്കും ഇവിടെ വരിക? 9+1 ഡിവൈഡഡ് ബൈ 2th ഐറ്റം കിട്ടും. നീ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിന്റെ ഈ വഴികളൊന്ന് പറഞ്ഞാ ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? 9+1 10, 10/2 5. 5th ഐറ്റം കിട്ടും. അപ്പൊ നമുക്ക് 5th ആണ് കിട്ടുക, 5th ഐറ്റം. ആ 5th ഐറ്റത്തിന് നമ്മൾ അവിടെ പോയിട്ട് നോട്ട് ചെയ്താൽ മതി അല്ലെ? അത് എത്രയാണ് വരിക? 5ാമത്തെ ഐറ്റം. 1, 2, 3, 4, 5 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ആണ്. ഓക്കെ, ഇങ്ങനെ കാണുന്നതിനെയാണ് മീഡിയൻ എന്ന് പറയാ. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വരിക. മൊത്തം ഡാറ്റാ സെറ്റിന്റെ സെൻട്രൽ തന്നെയാണ് അതിന്റെ ഫിഗർ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നേരത്തെ നമ്മൾ മീൻ കണ്ടപ്പോഴും കറക്റ്റ് സെൻട്രൽ നമുക്ക് കിട്ടി. ദെൻ മീഡിയം, ഇപ്പോൾ ഒരു ഡാറ്റാ സെറ്റ് തന്നിട്ട് അതിൽ തന്നെ നമുക്ക് മീൻ കാണാനുണ്ടാവും, അതിൽ തന്നെ മീഡിയനും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, മീൻ കണ്ടത് ഫിഗർ 1, ദെൻ മീഡിയനും അതേ ഫിഗർ തന്നെ കിട്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം.
നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലത്തിലും മീനും മീഡിയനും ഒരേ ആൻസർ കിട്ടിയിട്ടുണ്ടോ? അതും ചിന്തിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ഡാറ്റ സെറ്റിൽ നമുക്ക് കിട്ടിയത് മിഡിലാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് മീനും കണ്ടുനോക്കാം, ഇതിന്റെ മിഡിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് അതിന്റെ ഗ്രാഫിക് പ്രസന്റേഷൻ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മീഡിയൻ ആണ് നമ്മളിവിടെ നോക്കിയത്. അപ്പൊ നമ്മൾ മീഡിയൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ സ്റ്റുഡന്റ് ഇൻ 5 എക്സാമിനേഷൻ ആർ ഗിവൺ ബി. എത്രയൊക്കെയാണ്? 35, 37, 25, 28, 40. ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ട്. ഇതിന്റെ മീഡിയൻ ഏതായിരിക്കും? സർ ഇതിനാദ്യം ക്രമത്തിലാക്കണ്ടേ? അതെ, അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കുക. വെറുതെ ചുമ്മാ ക്രമീകരിച്ച് നോക്കൂ, എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. സർ 35. അതെ, ക്രമീകരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിന്റെ മീഡിയൻ കണ്ടെത്താം. കാരണം അപ്പുറം ഇപ്പുറം ആ പോർഷൻ ആണുള്ളത്. അപ്പോൾ 35 നമുക്ക് അതിൽ കിട്ടും. ഇനി അതിനെ വെറുതെ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം എന്ന് വരുമ്പോൾ അത് 5+1 ഡിവൈഡ് ബൈ 2th ഐറ്റം വരും. അപ്പോൾ തേർഡ് ഐറ്റം എന്നാണ് നമുക്ക് കിട്ടുക. മൂന്നാമത്തെ ഐറ്റം എന്ത് തന്നെയാണ്? 35 തന്നെയാണ്. സോ 35. അപ്പോൾ മീഡിയൻ നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാം. ഇനി ഈ ഡാറ്റാ സെറ്റിൽ തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്രോബ്ലം കൂടെ തരികയാണ്. 6 ഫാമിലിയുടെ ഇൻകം തന്നിട്ടുണ്ട്. 6 ഫാമിലിയുടെ ഇൻകം അത് 10,000, 11,000, 12,000, 20,000, 15,000, 17,000 ഇൻകാണ് 6 ഫാമിലിയുടെ. ഇതിന്റെ ഒരു മീഡിയൻ ഇൻകം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ ചെയ്തോട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, എന്നാലും ഇപ്പോൾ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം, അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കേണ്ടി വരും. അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. 10,000, 11,000, 12,000, 15,000, 17,000, 20,000. ഇനി അതിന്റെ മീൻ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കൂ. അതിന്റെ മീഡിയൻ എത്ര കിട്ടും? സർ ഇത് ടോട്ടല് 85,000 ആണോ വരുന്നത്?
എന്തിനാണ് ഇതിന് ടോട്ടൽ എടുക്കുന്നത്? ടോട്ടൽ ആവശ്യമില്ലല്ലോ നമുക്ക്. മീൻ അല്ല കാണുന്നത്, മീഡിയൻ ആണ്. മീഡിയൻ കാണാൻ n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഷഹീറ മനസ്സിലാവുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫാത്തിമ? അപ്പൊ മീഡിയൻ കിട്ടിയിട്ടുണ്ടാവുക. അതെ അതെ, 3.5 ആയിരിക്കും മീഡിയൻ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. 3.5 കിട്ടിയാൽ ഈ 3.5 അല്ല, 3.5th ഐറ്റം എന്നാണ് പറയാം. 3.5 ഐറ്റം ആണ്. ആ 3.5 നമ്മൾ എവിടെ? ഇപ്പൊ 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മുതൽ പോവാം, 4 എന്ന് പറഞ്ഞാൽ നാലാമത്തെ മുതൽ പോവാം. 3.5 വന്നാൽ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്നാമത്തെ, അതായത് ഇത് ഈവൻ നമ്പർ വന്നതുകൊണ്ടാണ്, ഒറ്റ സംഖ്യ അല്ല ഇരട്ട സംഖ്യയാണ് ഇതിന്റെ n വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. 1 2 3 4 5 6. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യല്ലേ? അതെ, 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യും. അതായത് മൂന്നാമത്തെ ഐറ്റം നാലാമത്തെ ഐറ്റം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. അതാണ് ഇവിടെ ഇതിലുള്ളത്. 3rd ഐറ്റം പ്ലസ് 4th ഐറ്റം ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോൾ 13,500 കിട്ടുക. അതായത് 12,000 പ്ലസ് 15,000 ഡിവൈഡ് ബൈ 2, 13,500 കിട്ടും. ഈ 13,500 ഇവിടുത്തെ എന്ത്? മീഡിയൻ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ വലിയ പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല. എന്താണ് മീഡിയൻ എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ, അതായത് ഈവൻ നമ്പർ വന്നാൽ എങ്ങനെയാണ് അത് ചെയ്യുക എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ്റെ ഒക്കെ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി സെൻട്രൽ ടെൻഡൻസിയിലെ അവസാനത്തെ ടോപ്പിക് മോഡാണ്. മോഡ് എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മോഡ് ഈസ് ആൾസോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മോഡ് ഈസ് എ വാല്യൂ ഓഫ് വേരിയേറ്റ് ഫ്രം ദ വിച്ച് ഈസ് റിപ്പീറ്റഡ് മോസ്റ്റ് ഓപ്പൺ ഇൻ ദി ഡാറ്റാ സെറ്റ്. ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഫിഗർ ഏതാണോ അതാണ് മോഡ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രമേ കൈകാര്യം ചെയ്യാനുള്ളൂ. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മീന്, മീഡിയൻ, മോഡിന്റെ സ്വഭാവം ശരിക്ക് ക്ലിയറായി മനസ്സിലാക്കണം. മീൻ ആവറേജ് ആണ്, മീഡിയന് പൊസിഷണൽ ആവറേജ് ആണ്. അതായത് നിരത്തി വെച്ചിട്ട് അതിന്റെ നടു പിടിക്കലാണ്. നിരത്തി വെക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ആവണം. മോഡിലോ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്. എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? മീന് ആവറേജ് ആണ്, മോഡ് നിരത്തി വെച്ചിട്ട് പൊസിഷൻ നോക്കലാണ്, മോഡ് മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ കാണലാണ്. ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫിഗർ ഏതാണോ അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയാ. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണത്. കൺസിഡർ എ ഡാറ്റ സെറ്റ് റെപ്രസെന്റിംഗ് ദി ഡിനോമിനേഷൻ ഓഫ് കറൻസി റിസീവ്ഡ് ബൈ കാഷ്യർ. ഒരു കാഷ്യർ ക്യാഷ് കളക്ട് ചെയ്യാണ്. അയാളുടെ കയ്യിൽ അന്ന് വന്ന ക്യാഷാണ്. 50ന്റെ നോട്ട് വന്നിട്ടുണ്ട്, 100 വന്നിട്ടുണ്ട്, 200 വന്നിട്ടുണ്ട്, 50 വീണ്ടും വന്നിട്ടുണ്ട്, 500, 500, 50, 200, 500, 100, 500, 500, 100, 50. അതിന്ന് മോഡ് കണ്ടുപിടിക്കാനാണ്. ഇറ്റ്സ് സോ സിമ്പിൾ. എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഫിഗർ ഏതാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന കറൻസി ഏതാണ്, ഐറ്റം ഏതാണ്, അതാണ് അവിടുത്തെ മോഡ്. അപ്പൊ മോഡിന് നിങ്ങളൊരു മീനിങ് മനസ്സിലാക്കണം, അതിന്റെ പ്രാക്ടിക്കലായിട്ട് ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു ഡാറ്റാ സെറ്റിൽ മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയാം. ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്ന ഡാറ്റ ഏതാണോ അതിനെയാണ് മോഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മോഡ് എത്രയാണ്? 500 ആണ്. ആ 500ന്റെ കറൻസിയാണ് അവിടെ കൂടുതൽ വന്നിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. 500 1 2 3 4 5 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നു. സോ മോഡ് എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ,
അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നോക്കി നോക്കൂ. നേരത്തെ നമ്മൾ കണ്ടതൊക്കെ ഏറ്റവും നടുവിലാണ് അതിൻ്റെ എന്താ പറയാ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ പോയിന്റ് വരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ നടുവിൽ വന്നോളണമെന്നില്ല. മോഡ് പലപ്പോഴും എന്താവാം, സെൻട്രൽ ടെൻഡൻസി അല്ലാതെ വരാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളൊരു ഡാറ്റ സെറ്റ് എടുത്തിട്ട് അതിന്റെ മീനും മീഡിയനും മോഡും കൂടെ നോക്കുമ്പോൾ എല്ലാം ഒരേ പോയിന്റിൽ തന്നെ വന്നോളണമെന്നില്ല. ചിലപ്പോൾ മീൻ ഇവിടെ ഉണ്ടാവും. ഒരേ ഡാറ്റ സെറ്റിൽ തന്നെ നമ്മൾ മീനും മീഡിയനും മോഡും അടയാളപ്പെടുത്തുമ്പോൾ അത് ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ മീന് ഇവിടെ കിടക്കുന്നുണ്ടാവും, മീഡിയൻ ഇവിടെ കിടക്കുന്നുണ്ടാവും, മോഡ് ഇവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി കിടക്കുന്നതിനും പേരുകളുണ്ട്. ആ പേരുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി സാർ. നോട്ട്സ് റെഡിയാണോ? മലയാളം നോട്ട്സ് മലയാളത്തിൽ നോട്ട് റെഡിയാണ്. നിങ്ങൾ മലയാളം നോട്ടും ഇംഗ്ലീഷ് നോട്ടും കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാളം നോട്ട് നമ്മുടെ ഈ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. നോട്ട് പ്രിന്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് അടച്ചാൽ ഡാറ്റ അനലിറ്റിക്സിന് എത്ര 100 രൂപയാണ് തോന്നുന്നുണ്ട്. അത് അടച്ചാൽ കൊറിയറിൽ അയക്കുകയും ചെയ്യും. നോട്ടൊക്കെ വാങ്ങി വെച്ചോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്, പക്ഷേ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പറഞ്ഞ് മനസ്സിലാക്കാനും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്തോട്ടെ.